ഡിജിപിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നോ? നിലവിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഈ പോലീസിൽ പരാതി നൽകിയിരുന്ന വിവരമാണ് നിലവിൽ കൊച്ചി സിറ്റി പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയാൻ സാധ്യമല്ല എന്നാണ് നമ്മൾ ഈ പോലീസ് സംഘവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്. ഏതായാലും നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വളരെ ചുരുങ്ങിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ച ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ഈ നടിയുടെ പരാതി ലഭിച്ചപ്പോൾ തന്നെ അവരുടെ രഹസ്യ മൊഴി എടുത്തിരുന്നു. പിന്നീട് പോലീസ് സംഘം വളരെ രഹസ്യമായി പോലീസ് സേനയിലെ തന്നെ അന്വേഷണ സംഘത്തിലെ ഉന്നതർക്ക് മാത്രമാണ് ഈ വിവരം അറിയാമായിരുന്നത്, ഈ പരാതിയെക്കുറിച്ച് അറിയാമായിരുന്നത്. ഈ പരാതി പുറത്തു പോകരുത് അല്ലെങ്കിൽ ലീക്ക് ആകുന്ന നിർബന്ധം പോലീസിനുണ്ടായിരുന്നു. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം ഇതിലൊരു കൃത്യമായ നടപടി അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നൊരു തീരുമാനം പോലീസ് എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് രഞ്ജിത്തിനെ ഒരാഴ്ചയിലേറെ നിരീക്ഷിച്ച ശേഷം കൊച്ചിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒളിക്കാൻ ശ്രമിക്കുന്നു, ഒളിവിടത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നൊരു പരാതി വന്നപ്പോൾ അങ്ങനെ ഒരു സൂചന ലഭിച്ചപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആദ്യം IG വിവരം അറിയിക്കുന്നു. IG ആണ് പിന്നീട് ഇടുക്കി SP വിവരം അറിയിക്കുന്നത്. ഇടുക്കി SP-യുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ തൊടുപുഴ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ള ഈ കൊച്ചി സിറ്റി പോലീസ് കൂടി അങ്ങോട്ടേക്ക്, അതിനുശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനുശേഷം കൊച്ചിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തെ സുഹൃത്തിന്റെ കാറിൽ നിന്ന് പിടികൂടി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാധു, ശരി. മാത്രമല്ല ഈ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്തൊരു പരാതിയാണ്. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമെന്ന അടക്കം കാര്യങ്ങൾ രഞ്ജിത്തിനും മനസ്സിലായിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത് മാധു. അതായത് വളരെ രഹസ്യമായി തന്നെ പോലീസ് ഈ നീക്കം നടത്തിയപ്പോഴും തനിക്ക് നേരെ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് എന്നൊരു വിവരം അദ്ദേഹത്തിന് എവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ട്. തനിക്ക് നേരെ നടപടി വരാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ നിന്നും പോലീസ് പറയുന്നതനുസരിച്ച് അദ്ദേഹം കൊച്ചിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും ഇത്തരത്തിലൊരു വിവരം വളരെ രഹസ്യമായി പോലീസ് സേനയിലെ ഉന്നതർക്ക് മാത്രം അറിയാവുന്ന, മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാതിരുന്നൊരു കാര്യം, അത് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കും ഉന്നത പോലീസ് സംഘത്തിന് മാത്രം അറിയാവുന്നതായിരുന്ന ഒരു കാര്യം, അത് കൃത്യമായി അദ്ദേഹത്തിനും അറിയായിരുന്നു. രഞ്ജിത്തും അത് അറിഞ്ഞിട്ടുണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കുക. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ രഞ്ജിത്ത് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഏതായാലും കൊച്ചിയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ച അവസരത്തിൽ തന്നെ കൊച്ചി സിറ്റി പോലീസ് ഇത് IG-യും ഇടുക്കി SP-യും അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ പിടിയിലാവുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഇയാൾ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. യുവനടിയുടെ പരാതി വന്ന ഉടൻ തന്നെ അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പോലീസ് വളരെ രഹസ്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നു. ഇയാളുടെ ലൊക്കേഷൻ, ഈ സംഭവം ഈ സംഭവം നടന്നു അല്ലെങ്കിൽ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ആ ദിവസത്തെ ലൊക്കേഷനും ഇയാളുടെ ആക്ടിവിറ്റികളും പോലീസ് പരിശോധിക്കുന്നു. അതിനുശേഷം കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. ഇത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ വരുന്ന മൂന്നാമത്തെ പരാതിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പരാതികൾ അന്ന് വന്നിരുന്നു. അത് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ചേരുകയാണ് റോഷിപാൽ. അതാണ് ഇപ്പോഴൊരു യുവനടിയുടെ ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിരിക്കുകയാണ് രഞ്ജിത്തിനെതിരെ. രഞ്ജിത്ത് അതിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ സമയത്ത് വന്നിരുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, ഇദ്ദേഹം ഇരുന്ന അധികാര സ്ഥാനങ്ങൾ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിരന്തരം പരാതികൾ കിട്ടുന്ന ഒരാൾക്ക് ഇത്രത്തോളം പ്രിവിലേജ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മധു, നേരത്തെ രഞ്ജിത്തിനെതിരെ പരാതികൾ ഉണ്ടായതാണ്. അത് മറ്റൊരു ഭാഷയിലെ നടിയാണ് രഞ്ജിത്തിനെതിരെ ഏറ്റവും സുപ്രധാനമായ ഒരു പരാതി നൽകിയത്. ആ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആ ഘട്ടത്തിലാണ്, ഭാഗികമായി റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിലാണ് അത് വലിയ ചർച്ചയായി. ഏതായാലും 2 പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ പരാതി ഇത് കൊച്ചി എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സുപ്രധാനമായ പരാതിയാണ്. ഈ യുവനടിയെ മാനഭംഗപ്പെടുത്തി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന പരാതി. ആ പരാതിയിലാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത് ഏറെക്കാലം ആരോഗ്യ പ്രശ്നമായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിൽ വീണ്ടും സജീവമാകുന്നത്. ഒരു സിനിമ, അതിന്റെ ചിത്രീകരണം അടക്കം അത് വളരെ രഹസ്യമായ സിനിമയുടെ ആമുഖം ഉൾപ്പെടെ പുറത്തുവിടാതെ, അതിന്റെ ഉള്ളടക്കം പുറത്തുവിടാതെ രഹസ്യമായി അതിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സുപ്രധാനമായ പരാതി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു യുവ നടി പോലീസിന് കൈമാറുകയും ആ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിനു ശേഷം രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്. ആദ്യത്തെ പരാതിയും ആ വെളിപ്പെടുത്തലടക്കം വന്ന ഘട്ടത്തിൽ അത് വലിയ ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അതിൽ രഞ്ജിത്തിനെതിരെ മറ്റൊരു 2 പരാതികൾ വന്നു. ആ 2 പരാതികളും പിന്നീട് അത് പോലീസ് നടപടികളിലേക്ക് എത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഏതായാലും ഇത് വലിയ കുരുക്കായി രഞ്ജിത്തിന് മാറുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടക്കം പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക്, വനിതകളായ സിനിമാ പ്രവർത്തകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള വലിയ നിയമങ്ങളടക്കം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മുൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ കൂടിയായ രഞ്ജിത്തിന്റെ ഭാഗത്ത് യുവനടി പീഡനത്തിന് ഇരയായി എന്ന ഞെട്ടിക്കുന്ന വിവരം. കാരണം സിനിമാ മേഖലയിൽ കൃത്യമായ ഒരു സുരക്ഷിതമായി ജോലി ചെയ്യാൻ ഇടം നൽകുക എന്നതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത ഒരു സിനിമാ നയം തന്നെ രൂപീകരിച്ചത്. വിശദമായ ചർച്ചകൾക്കൊടുവിൽ ആ സിനിമാ നയം പുറത്തു വരുന്നതോടെ, അത് യാഥാർത്ഥ്യമാകുന്നതോടെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ രഞ്ജിത്ത് വീണ്ടും ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പോലീസ് പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് സത്യസന്ധമായ പരാതിയാണെന്ന് ബോധ്യമായി. അതുകൊണ്ട് തന്നെയാണ് അതിൽ കർശനമായ നടപടി. രഞ്ജിത്ത് കഴിഞ്ഞ കേസുകളിൽ രക്ഷപ്പെട്ടതുപോലെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലാതാക്കി പഴുതടച്ചുള്ള നടപടിയിലേക്ക് പോലീസ് എത്തിയെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് 2017 നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ചൂഷണങ്ങൾ അതിൽ ഉടനടി തന്നെ പോലീസിൽ പരാതി എത്തുകയും അതിൽ പോലീസ് കർശനമായ നടപടിയെടുക്കുന്ന സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും ഏറെക്കാലമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ പരാതികൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നടപടി എന്നാണ്. പക്ഷെ ഇത് ഞെട്ടിക്കുന്ന കാര്യം, കാരണം അക്കാദമിയുടെ മുൻ അധ്യക്ഷനാണ്, അദ്ദേഹത്തിനെതിരെ 3ാമത്തെ പരാതിയാണ് ഇപ്പോൾ വരുന്നത് എന്നതാണ്. അക്കാദമിയുടെ അധ്യക്ഷ പദവി തന്നെ നഷ്ടപ്പെടുന്നത് ഒരു പരാതിയിലായിരുന്നു. ഈ തരത്തിൽ സമാനമായ ഒരു ലൈംഗിക പീഡന പരാതിയിലായിരുന്നു. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്ന ഘട്ടത്തിലാണ് പല താരങ്ങൾക്കെതിരെ പരാതികൾ വന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും രഞ്ജിത്തിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രഞ്ജിത്ത് പദവി ഒഴിഞ്ഞതിന് ശേഷം സിനിമ രംഗത്ത് അത്ര സജീവമായിരുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളായി മാറി നിൽക്കുന്നു. ഒടുവിൽ വീണ്ടും സിനിമയുമായി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ഈ അടുത്താണ് കൊച്ചിയിൽ വെച്ച് ഇങ്ങനെ ഒരു പീഡനം യുവതിക്ക് രഞ്ജിത്തിന് നേരിടേണ്ടി വന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരി, റോഷിപാലിലേക്ക് വരാം. എസ് എസ് ശരൺ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ശരൺ,